ജയരാജിലേക്ക് പറഞ്ഞു. അതിനുമുമ്പ് ഷാജഹാൻ ശ്രീ പിയേഴ്സൺ പറഞ്ഞത്, അതായത് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ്. അത് തുറന്നു പറയേണ്ട എന്നുള്ള സുരേഷ് കുറുപ്പിൻ്റെ, ഇപ്പോൾ പാർട്ടിയിലുള്ള ആളാണല്ലോ, അത്തരത്തിലുള്ള മനോഗതിയായിരിക്കാം, ചിന്താഗതിയായിരിക്കാം ഒരു പക്ഷേ വിമർശനം അല്ലെങ്കിൽ VS ഇറങ്ങിപ്പോകാൻ കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശമാണ് പെൺകുട്ടിയുടെ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നുള്ളതാണ്. രഞ്ജിത്ത്, ഇതിനകത്ത് ഞാൻ ഈ ചർച്ച വഴിതിരിച്ചു വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലെനിക്ക് താല്പര്യവുമില്ല. പക്ഷെ VS ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നത് ചോദിച്ചത്. വരാം ജയരാജ് സാറിലേക്ക് വരാം. സാറിലേക്ക് വരാം. VS ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നത് VS വളരെ ചീള് കേസാണെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ചീള് കേസായിരുന്നെങ്കിൽ 2012 VS പൊതുയോഗത്തിൽ അതിന് മറുപടി പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ചീള് കേസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാനൊരു തർക്കത്തിനൊന്നും ഞാൻ ഇപ്പം മുതിരുന്നില്ല. സുരേഷ് കുറുപ്പ് പറഞ്ഞത് എന്താണ്? സുരേഷ് കുറുപ്പ് പറഞ്ഞത് തൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ വേദനിച്ച് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി എന്നാണ്. അത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ, ബഹുഭൂരിപക്ഷ ആളുകൾക്കും അത് ശരിയാണെന്ന് തോന്നും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ VS വധമായിരുന്നു പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ തള്ളിക്കളയാനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ VS കേട്ട ലോകത്തിലെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയതാണ്, പിന്നെ വിമർശനമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഈ പാർട്ടിയിലുള്ള വിഭാഗീയത സംബന്ധിച്ചിട്ടൊന്നും അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ പിരപ്പങ്കോട് മുരളി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഈ 1998 പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് പിരപ്പങ്കോട് മുരളി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1996 മുഖ്യമന്ത്രിയാവേണ്ടിയിരുന്ന VS മാരാരിക്കുളത്ത് ഈ CITU പക്ഷക്കാർ വെട്ടിത്തോൽപ്പിച്ചു. മുഖ്യമന്ത്രിയാകേണ്ട ആളായിരുന്നു VS. ആ വിരോധം VS ഉണ്ടായിരുന്നില്ല. അതാണ് പിരപ്പങ്കോട് മുരളിയുടെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിരപ്പങ്കോട് മുരളി പറഞ്ഞത് ആ വിരോധം VS ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് പേർക്കുണ്ടായിരുന്നു. ആ വിരോധം, മുഖ്യമന്ത്രിയായിരുന്ന VS തോൽപ്പിച്ച വിരോധം 1998 പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അത് VS അറിയില്ലായിരുന്നു. പ്രഗത്ഭർ ഒരുപാട് പേര് തോറ്റു. അതിലെനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് KN രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രം തോറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിരപ്പങ്കോട് മുരളി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിരപ്പങ്കോട് മുരളിയെ അങ്ങനെ വെട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് കുറുപ്പിന് തോന്നിയ കാര്യങ്ങൾ അയാൾ പറഞ്ഞു, അത് ശരിയാണെന്ന് തന്നെയാണ് പൊതുമണ്ഡലവും വിശ്വസിക്കുന്നത്. ജയരാജ്, ഇവിടെ ഈ ജീവിച്ചിരുന്ന VS നേതാക്കളെ, CPM നേതാക്കളെ കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ടോ മരിച്ച VS എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണല്ലോ ഇത്തരം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിന് മറുപടി പറയാൻ തുടർച്ചയായി CPM നേതാക്കൾ രംഗത്ത് വരുന്നു. പക്ഷേ അപ്പോഴും VS സ്നേഹവും ആദരവും ഒന്നും ഒട്ടും കുറച്ച് കാണാതെയാണ് അത്തരം മറുപടികൾ എന്നുകൂടി ചേർത്ത് വെക്കണം. നമുക്കറിയാം ഈ VS ഒരു രീതി, ഒരു കാലത്ത് പാർട്ടിയെ തള്ളി പറയാത്ത ഒരു നേതാവ് പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല, പാർട്ടി വിട്ടിട്ടില്ല, പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സർവം പാർട്ടിയായ ഒരു നേതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്നുള്ളതാണ് വെളിപ്പെടുത്തലായി വരുന്നത്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത്താണ്. അതിനോടൊപ്പം തന്നെ കേരള പൊതുസമൂഹത്തിന്റെയും സ്വത്താണെന്നുള്ള കാര്യത്തിൽ ആർക്കും തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇനി ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇനി കുറേ അധികം വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ടുന്ന കാര്യം വേണ്ടിവരും. ഒരുപാട് നാളുകളുണ്ടായാലും ഇതുപോലൊരു പ്രതിഭാസം, ഫിനോമിന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. ഈ അടുത്ത് വന്ന പരാമർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വസ്തുത ഉണ്ടാകുമ്പോൾ ഇത് ആർക്കാണ് പ്രയോജനം, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആർക്കാണ് പ്രയോജനമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളുകളികൾ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന്, പണ്ട് പാർട്ടി സമ്മേളനങ്ങളൊക്കെ പറയുമായിരുന്നു, മുതിർന്ന നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പറയും വാഴകൃഷിക്കാരന്റെ മനോഭാവം. വാഴകൃഷിക്കാരന്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കന്നുകളെ ചവിട്ടി അരച്ചാലേ വലിയ കൊല വരത്തുള്ളൂ. അപ്പൊ ചെറിയ കന്നുകളെ ചവിട്ടി അരയ്ക്കുന്ന, ചെറിയ കന്നുകളെ ചവിട്ടി അരയ്ക്കുന്ന, ചെറിയ വാഴക്കന്നുകളെ ചവിട്ടിയരയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് പല പാർട്ടി സമ്മേളനങ്ങളിലും പല ആളുകളും ഉദ്ധരിച്ച്, പല മുതിർന്ന നേതാക്കളും ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിന് തൊട്ടു താഴെയുള്ള നേതാക്കൾ ചില രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടുപേരുടെ പേരാണ് പരാമർശിച്ചത്. ഒന്ന് ശ്രീ പിന്നെ എം സ്വരാജിന്റെ കേസും അതുപോലെ തന്നെ ശ്രീമതി മറ്റേ ചിന്താ ജെറോമിന്റെ കേസുമാണ്. ജെറോമിന്റെ കേസാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല, അവർ മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ കുറച്ചുകൂടെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ചിന്തയാണെന്ന് ഉറപ്പിക്കണ്ട. ഓക്കെ, ഇങ്ങനെ രണ്ടുപേരുടെ പേരാണ് ഇതിന് ഈ പൊതുമണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് പൊങ്ങി വന്നത്. ഈ രണ്ട് പേരുകളാണ് കൂടുതലും പൊന്തി വന്നത്. അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഇതുപോലെ ആ സമയത്തുണ്ടായിരുന്ന ഒരു യുവ നേതാവ് പഴകി ദ്രവിച്ച കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിച്ചെന്ന് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. കുറെ അധികം വർഷങ്ങളെടുത്തു ആ നേതാവ് അതിൽ നിന്ന് ആ ഒരു ആരോപണത്തിൽ നിന്ന്, അതായത് ഇ എം എസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിലെ പാർട്ടി സഖാക്കൾക്കും പാർട്ടി അനുഭാവികൾക്കും ഉണ്ടാവുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവാണ് പഴകി ദ്രവിച്ച കമ്പ്യൂട്ടറിനെ ഇ എം എസിനെ കുറിച്ച് ഉപമിച്ചു, ഒരു സമ്മേളനത്തിന് ഉപമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. അതിനുശേഷം പിന്നീട് വന്ന ഏറ്റവും വലിയ നറേറ്റീവാണ് ഈ പറഞ്ഞത് കണക്കല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള വേർഡ്. അതിന്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. കാരണം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരെ ബഹുഭൂരിപക്ഷ ആളുകളും പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ സുരേഷ് കുറുപ്പാണെങ്കിലും ശരി, ശ്രീ പിരപ്പൻകോട് മുരളി സാഹാണെങ്കിലും ശരി, അങ്ങനെയൊക്കെയുള്ള തുറന്ന പറച്ചിലുകൾ ഉണ്ടാവുന്നതെന്നുള്ളത് അവരെ വ്യക്തമായിട്ട് പാർട്ടി അവരെ വിളിച്ച് ചോദിക്കുകയോ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുകയൊക്കെ വേണ്ടുന്നതാണ്. പക്ഷെ പൊതുവെ അങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം മിനിറ്റ്സ് ചെയ്യുന്നതാണ്. പാർട്ടി സമ്മേളനത്തിൽ പുറത്തുവിടാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ ഈ നേരത്തെ പിരപ്പൻകോട് മുരളിയൊക്കെ ആ മിനിറ്റ്സ് പുറത്തുവിടാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമാകല്ലോ. പക്ഷെ അതിനോടൊന്നും പാർട്ടി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം പിരപ്പൻകോട് മുരളിയൊക്കെ പാർട്ടി സെക്രട്ടറി കളിയാക്കിയത് തന്റെ പുസ്തകം വിറ്റുപോകാനുള്ള ഒരു ഗിമ്മിക്കായാണ്. തന്റെ പുസ്തകം വിറ്റുപോകാൻ, പാർട്ടിയെ ദുർബലപ്പെടുത്താൻ, മാധ്യമ അജണ്ട എന്നൊക്കെ പറഞ്ഞാണ് വിലയിരുത്തുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. എനിക്ക് അത്തരത്തിലുള്ള അഭിപ്രായമൊന്നുമില്ല. ഈ പറഞ്ഞത് കണക്കുപോലെ 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ശ്രീ പിരപ്പൻകോട് മുരളിയെ പോലെ മുതിർന്ന ഒരു സഖാവിന് ഇങ്ങനെ ഒരു പുസ്തകം വിറ്റുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണമെന്ന സ്ഥിതിയൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് പ്രയോജനം ചെയ്യുന്ന ആരെയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായി. പാലോട് രവിയുടെ ഒരു ഫോൺ സംഭാഷണം ചോർന്നു. ആ ചോർന്നതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല എന്ന് ഉറപ്പിച്ചൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുകയാണ്, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി. അത് ഇന്ന് രാഷ്ട്രീയ ചർച്ചയായില്ല. ഇന്ന് രാഷ്ട്രീയ ചർച്ചയായത് എല്ലാ ചാനലുകളിലും ഈ പറഞ്ഞ ഈ പരാമർശമാണ് വലിയ ചർച്ചയായിട്ട് കൊണ്ടാടുന്നത്. അതിനൊരു അജണ്ടയുണ്ട്. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ എത്രയോ വർഷം MLA ആയിരുന്ന ആളുകളൊക്കെയാണിത് തുറന്നു പറയുന്നത്. പ്രയോറിറ്റി അനുസരിച്ച് പ്രയോറിറ്റി എന്തായാലും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യാനോ ഇടതുപക്ഷത്തിന് നല്ലത് വരുത്താനോ ഉണ്ടാക്കുന്ന വാർത്തകളല്ലല്ലോ ഇത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന വാർത്തയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂടിന് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വാർത്തയല്ല. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രതികൂട്ടത്തിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇത്തരത്തിലുള്ള വാർത്തകളുടെ ഒരു മലവെള്ള പാച്ചിലൂടെയാണ് കഴിഞ്ഞ 5 വർഷത്തിലൂടെ കേരളം കടന്നുപോയിട്ടുള്ളത്. എന്ത് നല്ല കാര്യം ചെയ്താലും 90% വാർത്തകളും ഇടതുപക്ഷത്തിന് എതിരായിട്ടാണ് വാർത്തകൾ അങ്ങനെയാണ് സൃഷ്ടിച്ചുവിടുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് വീണ ജോർജാണ്, ആരോഗ്യവകുപ്പ് മന്ത്രി. അവര് മാധ്യമപ്രവർത്തകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പൊ മാധ്യമപ്രവർത്തകയായിട്ടുള്ള അവരെ പോലും വെറുതെ വിടാതെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ. പാർട്ടി സമ്മേളനങ്ങളാകുമ്പോൾ അതിനകത്ത് വിമർശനങ്ങളുണ്ടാവും, സ്വയം വിമർശനങ്ങളുണ്ടാവും, ഇതുപോലെയുള്ള ആരോപണങ്ങളുണ്ടാവും, പ്രത്യാരോപണങ്ങളുണ്ടാവും. അത് വേർഡ് ബൈ വേർഡായിട്ട് എടുത്തിട്ട് അത് ചർച്ചയാക്കണമെന്ന കാര്യങ്ങളൊന്നുമില്ല. അതാ പാർട്ടി സമ്മേളനത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് അത്തരത്തിലുള്ള ചർച്ചകളുടെ രീതിയും മാറും. ചിലപ്പോൾ സൈദ്ധാന്തികമായ ചർച്ചകൾ നടക്കും, ചിലപ്പോൾ വ്യക്തിപരമായ ചർച്ചകൾ നടക്കും, ചിലപ്പം വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ചേരുന്നതാണ് കാര്യം. പലതരത്തിലുള്ള ആളുകളുടെ ഒരു തീസിസും ആന്റി തീസിസും കൂടി ചേരുമ്പോഴാണല്ലോ നമ്മൾ പറയുന്ന ഈ സിന്തസിസ് ഉണ്ടാവുന്നത്. അത്തരം സിന്തസിസ് കൃത്യമായ സമ്മേളനങ്ങൾ നടത്തുകയോ അതിന് തീരുമാനങ്ങൾ എടുക്കുകയും അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത സമ്മേളന കാലയളവിലുള്ള പരിപാടികൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് പാർട്ടി സമ്മേളനങ്ങൾ. അത് ബ്രാഞ്ച് തലത്തിൽ തൊട്ട് ലോക്കൽ തലത്തിൽ തൊട്ട് ഏരിയ തലത്തിൽ തൊട്ട് ജില്ലാ തലത്തിൽ തൊട്ട് സംസ്ഥാന തലമാണെങ്കിൽ ശരി,
സെൻട്രൽ കമ്മിറ്റി ആണെങ്കിലും ശരി, പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ശരി ശരി അതിനകത്തുള്ള വാക്കുകൾ അടർത്തിയെടുത്തിട്ട് ഇതേതോ മഹാപാതകമായി പോയി എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനിക്കുന്നതിനോട് ശരി ശ്രീത്ത് അങ്ങനെ കണ്ടാൽ മതിയോ അതിനെ? കാരണം വി എസിനെ പോലെ നേതാവിനെ അദ്ദേഹം ഇപ്പോൾ രണ്ട് വ്യാഖ്യാനങ്ങൾ. ഒന്ന്, പാർട്ടി സെക്രട്ടറി നടത്തിയ വലിയ വിമർശനങ്ങൾ, അത് അദ്ദേഹത്തിനെ